വയനാട് വളരുകയാണ്. റോഡുകളും പാലങ്ങളും വഴികളും എല്ലാം വികസനത്തിന്റെ പാതയിലാണ്. പ്രളയത്തിൽ തകർന്നുപോയ മാനന്തവാടി പെരിയാർ റോഡും പുനരുദ്ധാരണ പ്രവൃത്തി കഴിഞ്ഞ് ഒരു നാടിന്റെ വികസന മാതൃകയായി നിലകൊള്ളുകയാണ്. പണ്ടെങ്ങോ ഒരു വഴിയുണ്ടായിരുന്നുവെന്ന് പറയാൻ പാകത്തിലായ മാനന്തവാടി മണ്ഡലത്തിലെ മാനന്തവാടി പെരിയാർ റോഡിന്റെ ഇന്നത്തെ രൂപം തന്നെ മാറി. പ്രളയത്തിൽ ഒലിച്ചുപോയ ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ചതോടെ തവിഞ്ഞാൽ ഗ്രാമവാസികൾക്ക് മാനന്തവാടിയിലേക്കും പെരിയയിലേക്കുമുള്ള യാത്ര സുഗമമായി. വികസന വെളിച്ചം കണ്ടു തുടങ്ങി. നല്ലൊരു ആശ്വാസം. അതായത് നമ്മുടെ ഈ മാനന്തവാടി, വാളാട്, അതുപോലെ പേരിയ ആയിട്ടുള്ള ആളുകൾക്ക് നിഷ്പ്രയാസം നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് നല്ല തരത്തിലുള്ള ഹൈടെക് തരത്തിലുള്ള റോഡായി മാറിയിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് നേതൃത്വത്തിൽ 102.83 കോടി രൂപയുടെ കരാർ മൂല്യത്തിൽ ULCC പ്രവൃത്തി ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു. മാനന്തവാടി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് 27 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ്. 5.50 മീറ്റർ വീതിയിൽ കാരേജ് വേ, RCC കവേർഡ് ഡ്രെയിനേജ്, പ്രധാന പാലം, ചെറിയ പാലം എന്നിവയും നിർമ്മിച്ചു. 53 കൾവേർട്ടുകളും ഡ്രെയിനേജ് സംവിധാനവും ഒരുക്കി. 14 ബസ് ഷെൽട്ടറുകളും നിർമ്മിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ആവശ്യമായ ഹിൽ സ്ലോപ്പ് പ്രൊട്ടക്ഷനോടുകൂടി റോഡിന്റെ ദീർഘകാല സംരക്ഷണത്തിനായി റീറ്റെയിനിംഗ് ടോവാൾ സംവിധാനങ്ങളും നിർമ്മിച്ചു. വയനാട് ജില്ലയിലെ ഗതാഗത സംവിധാനത്തിന്റെ പ്രധാന കണ്ണിയായി ഈ റോഡ് മാറി. പ്രളയത്തിൽ മുങ്ങി യാത്രാ ദുരിതം പേറിയിരുന്ന ഒരു നാട്. 27 കിലോമീറ്റർ റോഡ് യാഥാർത്ഥ്യമായതോടെ വികസന ചിറകിലേറി മുന്നേറുകയാണ്. തവിഞ്ഞാലിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.